ശ്രദ്ധയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ധ്യാനം എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ലയത്വത്തിലേക്ക് പോകാൻ പറ്റൂ. ലയത്വം ഉണ്ടെങ്കിൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവും. നമ്മളൊരു കാര്യം ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ അതിൽ എന്ത് വേണം? ശ്രദ്ധ എന്ന് പറയുന്നൊരു സാധനം വേണം. ആ ശ്രദ്ധയില്ലെങ്കിൽ എന്താ പറയുക, അലക്ഷ്യമായി പോകും. നിങ്ങൾ 1000 തവണ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതും 1 തവണ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആഹാരം കഴിക്കുമ്പോഴടക്കം ഫോണിൽ നോക്കരുത്, TV കാണരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ ലളിതമായി മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലൈംഗികതയുടെ ഒരു കാഴ്ച കാണുകയാണ്. അത് കാണുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കാരണമാകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു വയലൻസിൻ്റെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി പ്രതികരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട സമയത്ത് ഒരു വയലൻസ് ആയിട്ടുള്ളൊരു സിനിമയോ വയലൻസ് ആയിട്ടുള്ളൊരു വാർത്തയോ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലൈംഗികമായിട്ടൊരു കാഴ്ചയോ ലൈംഗികമായിട്ടുള്ള ഒരു പ്രേരകമായിട്ടുള്ളൊരു ഘടകമോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഈ ദഹന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ ഏത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും? മറ്റ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ശരീരത്തിൻ്റെ വികാരത്തെയും ശരീരത്തിൻ്റെ ഇംബാലൻസിന് കാരണമാകും. അത് സ്വഭാവ വൈകല്യത്തെയും ശാരീരിക രോഗങ്ങളെയും ഒക്കെ ഉണ്ടാക്കും. അതോടൊപ്പം ആഹാരം ശരീരത്തിൽ പ്രവേശിച്ചതിനെ പോലും ശരീരം ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് കാരണം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ ആ പ്രവൃത്തിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം, എന്താ ദോഷം, എൻ്റെ മനസ്സിതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിരന്തരമുള്ള ശ്രദ്ധയിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ലയത്വം ഉണ്ടാക്കാൻ കഴിയുക, സംതൃപ്തി, സുഖം അനുഭവിക്കാൻ കഴിയും. ഇന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ലൈഫ് അടിച്ചു പൊളിക്കണം, സുഖിക്കണം. പക്ഷെ ഇന്നും അവർക്ക് സുഖം എന്താണെന്നോ സുഖിക്കാനോ അറിയില്ല. അതറിയാത്തത് കൊണ്ടാണ് ദുഃഖം വന്നാലും മദ്യപിക്കുന്നു, സുഖം വന്നാലും മദ്യപിക്കുന്നു. കാരണം ഇത് രണ്ടിനെയും ഒരേപോലെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ആസ്വദിക്കാൻ കഴിയുന്നത്. സോ യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ലയത്വം വേണം. ലയത്വം വേണമെങ്കിൽ ശ്രദ്ധ വേണം. സോ ആദ്യം വേണ്ടത് കർമ്മത്തിൽ ശ്രദ്ധ. ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അവന് ജീവിതത്തിൽ ഒരു പടിയെങ്കിലും ഉയരാൻ കഴിയൂ. ശ്രദ്ധയില്ലാത്ത കർമ്മം എന്ന് പറയുന്നത് വെള്ളത്തിൽ വരച്ച ചിത്രം പോലെയാണ്. എത്ര തവണ വരച്ചാലും അവസാനം വര മാഞ്ഞും പോവും, ചിത്രം വെള്ളമായി നിലനിൽക്കുകയും ചെയ്യും. പാഴായി പോയൊരു ജന്മമായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധ ജീവിതത്തിൽ എന്ത് നല്ലത് ചെയ്യുന്നോ കെട്ടത് ചെയ്യുന്നോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവുക എങ്കിൽ മാത്രമേ നമുക്കിനി അടുത്ത പടിയിലേക്ക് കടക്കാൻ പറ്റൂ എന്നതുകൊണ്ടാണ് ശ്രദ്ധയ്ക്ക് ഇത്രയും പ്രാധാന്യം.